ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒക്കടേക്കിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും വിചാരിക്കേണ്ടത് എന്താ നമ്മൾ ഇതുപോലെ ഒരു ടെറർ ലുക്കിൽ വന്നിരിക്കുന്നത്? മറ്റൊന്നുമല്ല, ഇവിടെ ചെറുതായി ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പല എപ്പിസോഡിലും നമ്മൾക്കിപ്പോൾ പുറത്തുപോയി ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല. എല്ലാം ഇൻഡോറാണ്, അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ കിച്ചണിലൊക്കെ ആയിട്ടാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യണത്. അതും ഇതന്നെയാണ് കാരണം നമ്മൾ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ അപ്പോൾ മഴ പെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് ചെയ്യാൻ പോണത് നല്ലൊരു കിഡിൽ ആൻഡ് കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ചോക്കോ ബിസ്ക്കറ്റ് പുഡിംഗ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം തണുത്തൊരു കേക്ക് പോലെയൊക്കെ ഉണ്ടാവും. എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കുക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇനിയും പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അവരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഡയറി മിൽക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഡയറി മിൽക്കിൻ്റെ കവറൊന്ന് അഴിക്കാം. അതിന് ശേഷം നമുക്ക് ഒരു കത്തി എടുത്തിട്ട് ചെറുതാക്കി മുറിച്ചു കൊടുക്കണം. ചെറുതാക്കി കൊത്തി അരിഞ്ഞു കൊടുക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഡയറി മിൽക്ക് റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒരു പാത്രം എടുക്കുകയാണ് ഗൈസ്. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത് അതിലോട്ട് ഇങ്ങനെയുള്ളൊരു ഗ്ലാസ്സിൽ ഗ്ലാസ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇത്ര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഒരു 1/2 കപ്പ് കോൺഫ്ലോറാണ് ആഡ് ചെയ്യണത്. അതിന് ശേഷം നമുക്ക് ഒരു 1.25 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1.25 കപ്പായിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഒരു 4 ഗ്ലാസ് പാലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കട്ടിപ്പാൽ കിട്ടിയാൽ ഉഷാറായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് പാലൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്പൂൺ എടുത്ത് നല്ലപോലെ 2 ഇളക്കം കൂടെ ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കണം ഗൈസ്, കാരണം അതിൽ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി കിട്ടണം. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ സ്റ്റൗവിലോട്ട് എടുത്ത് വയ്ക്കാം. അതിനുശേഷം നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഏകദേശം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഗൈസ് ഇളക്കാൻ. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചാൽ നമ്മുടെ ഡയറി മിൽക്ക് ഉണ്ടല്ലോ, ആ ഡയറി മിൽക്ക് എടുക്കുകയാണ്. എന്നിട്ട് നമുക്കത് ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിക്കോളൂ ഗൈസ്, എന്നാൽ മാത്രമേ അത് കട്ട പിടിക്കാതിരിക്കുള്ളൂ, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി അങ്ങോട്ട് ഇളക്കിക്കോ. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി നമുക്ക് നേരെ നമ്മുടെ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ഇതുപോലൊരു ചെറിയ ബൗൾ എടുക്കുക ഗൈസ്. എന്നിട്ട് ചെയ്യാൻ പോണത് ഒരു 2 രൂപയുടെ ബ്രൂ പാക്കറ്റ് അങ്ങോട്ട് മേടിക്കാം. എന്നിട്ട് നമുക്കത് പൊട്ടിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് നമ്മുടെ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുക്കാൻ പോണത് പഞ്ചസാരയാണ് ഗൈസ്. അപ്പോൾ നമ്മളൊരു 2-2.5 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടോളൂ പഞ്ചസാര. അതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ പാലൊഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് മതി. അപ്പോൾ ഏകദേശം നമുക്ക് ഇത്ര ഒഴിച്ചു കൊടുക്കാം പാല്. എന്നിട്ട് വീണ്ടും ഒരു സ്പൂൺ എടുത്തിട്ട് നല്ലപോലെ 2 ഇളക്കം കൂടെ ഇളക്കി കൊടുക്കാം. നന്നായി അതൊന്ന് അലിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്ക് ഇതുപോലെ മാരിഗോൾഡ് ബിസ്ക്കറ്റ് എടുക്കാം. അപ്പോൾ ഞങ്ങൾ ഈ മാരിഗോൾഡ് ബിസ്ക്കറ്റ് എടുത്തിട്ട് അടുത്ത് ചെയ്യാൻ പോണത് നമുക്ക് വേറൊരു ബൗളോട് വെച്ച് കൊടുക്കാം. കുറച്ച് വലുതായിക്കോട്ടെ. അതിന് ശേഷം നമ്മുടെ ഈ ബിസ്ക്കറ്റ് നമ്മുടെ ഈ കാപ്പിലോട്ട് നന്നായി അങ്ങോട്ട് മുക്കി കൊടുക്കാം. നല്ലപോലെ അലിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഫൗണ്ടേഷൻ കെട്ടുകയാണ് ഗൈസ്. അപ്പോൾ താഴെ ഫുള്ളായിട്ട് നമ്മൾ ഏകദേശം ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ബിസ്ക്കറ്റ്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് തണുക്കരുത്, അതിന് മുമ്പേ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ഫൗണ്ടേഷൻ ബിസ്ക്കറ്റ് ഇടുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ ഗ്യാപ്പ് പോലും വിടാണ്ട് വേണം ഗൈസ് ഇടാൻ. അപ്പോൾ അതിന് ശേഷം നമുക്ക് വീണ്ടും അതിൻ്റെ മുകളിലോട്ട് ഹോട്ട് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ലെയറായിട്ട് വേണം ചെയ്യാൻ. അതിന് മുകളിലോട്ട് വീണ്ടും നമ്മൾ ഒരു ലെയർ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തു. ബിസ്ക്കറ്റ് ഇടുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ചെറിയ ഗ്യാപ്പ് പോലും വരാതെ വേണം നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ പൊട്ടിച്ചിട്ട് ഇതുപോലെ ഫുള്ളായി അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലോട്ട് വീണ്ടും കുറച്ച് നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ നന്നായി ഒഴിച്ചു കൊടുത്തു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്ക് മുകളിൽ കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നട്ട്സ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പുഡിംഗ് റെഡിയായി. ഇനി നമ്മൾ നേരെ ഫ്രിഡ്ജിലോട്ട് കയറ്റി ഒരു 6 മണിക്കൂർ വെയിറ്റ് ചെയ്യേ വേണ്ടു കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ 6 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പുഡിംഗ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും തുറന്നു നോക്കാം. കണ്ടില്ലേ ഗൈസ്, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു കത്തി വെച്ചിട്ടൊന്ന് മുറിച്ച് നോക്കാം പതുക്കെ.
ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പുഡിങ് കണ്ടല്ലോ, നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി. നമുക്ക് എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇത് കണ്ടില്ലേ, ചെറുതായിട്ട് ബിസ്ക്കറ്റിൻ്റെ പീസും ഒക്കെ ഉണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. സംഭവം നൈസായിട്ട് ഗൈസ്, വെറുതെ പറയല്ല. ആ ചോക്ലേറ്റിൻ്റെ ഒക്കെ ടേസ്റ്റ് നന്നായി വന്നിട്ടുണ്ട്. അതേപോലെ ഇത് ബിസ്ക്കറ്റാണെന്ന് വിചാരിച്ച് കഴിച്ചാൽ കൂടെ നമുക്ക് വേറൊരു ടേസ്റ്റും കൂടെ വരണത്. കാരണം അതാ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് അല്ല, കുറച്ചും കൂടെ ആ ചോക്ലേറ്റും കൂടെ ആഡ് ആകുമ്പോൾ നല്ല കിടലൻ ടേസ്റ്റാണ്. പിന്നെ നമ്മൾ കുറച്ച് കാപ്പിയിൽ മുക്കിയിട്ടാണല്ലോ അത് ഇട്ടത്. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ട് കോഫിയുടെ ചെറിയൊരു ഫ്ലേവറും വരുന്നുണ്ട്. നമ്മുടെ നട്ട്സും കൂടെ ആകുമ്പോൾ നല്ല രസമുണ്ട് ഇങ്ങനെ കടിക്കാൻ. എന്തായാലും കിടിലൻ സാധനമാണ് ഉണ്ടല്ലോ. എന്തായാലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. എന്തായാലും നല്ല സാധനമാണ്, എല്ലാവർക്കും നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. ഇപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആവും. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട് കഴിക്കാൻ. ഫ്രണ്ട്സൊക്കെ ഒരു ഗ്യാതറിംഗ് ഒക്കെ ആണെങ്കിലൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കിടിലൻ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ.